മനുഷ്യന് ഏറ്റവും കൂടുതൽ അത്യാവശ്യം മനസ്സമാധാനം. നല്ലൊരു തുടക്കം കേക്ക് തലയിടിച്ച് വെച്ച് പോരാത്തിന് ഒടിച്ചു കളഞ്ഞ് നല്ല തുടക്കം. എന്താ അപ്പന്റെ വൈ ഏതാ ഡ്രസ്സൊന്നുമില്ല അറിയില്ല. എല്ലാതും അറിയാം സാർ. എല്ലാതും അറിയോ എനിക്ക്. അടുത്ത വർഷം 2025 അടുത്ത വർഷം ഇട്ട് തോന്നണില്ല. കേക്കൊക്കെ തലതിരിഞ്ഞോട്ടെ, നമുക്ക് തിരിച്ചെടുക്കാം. ഇനി എടുത്ത കൂടിയും തലതിരിഞ്ഞു പോലെട്ടോ മക്കളെ. 2025 മതിയോ? അപ്പൊ എല്ലാവരും അപ്പൊ നമ്മുടെ ഫോട്ടോ വെച്ചില്ല കുറച്ച് കാഴ്ചകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് പോയി കണ്ടിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് കാണാം. ഇവിടെ ഒരാള് ഫോണിലായിരുന്നു, ഞങ്ങളല്ല കേട്ടോ കൂത്തി പിടിച്ചോണ്ട് വന്നത്. അപ്പനോട് പറയാം അവിടെ നിൽക്കണോ ഒരാള്. പോലീസ് ഒന്നെല്ലാം കൊളാക്കി. അതെന്തോ സമയം കഴിഞ്ഞ കർഫ്യൂ ഉണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് അറിയാം. പണ്ടൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ കർഫ്യൂ അങ്ങനെ ഇങ്ങനെ. എന്താ ഒന്നുകൂടെ പറയണ്ട, എന്താ കുറ്റവാളികളെ പിടിക്കണ്ടേ ഡാൻസറെ പിടിക്കാൻ. അയ്യോ ഇതിനെ കൊണ്ട് വേടാണ്. നിലത്തൊന്നും അല്ല ഗൈസ്, ആ സാധനം ഗൈസ് ഇസബു ഇല്ല. അവൾ ഞങ്ങളെ ഓൾറെഡി പുറത്തോട്ട് കൊണ്ടുപോയി. ക്ഷീണോ പടക്കമൊക്കെ പൊട്ടും, പിന്നെ ഭയങ്കര തിരക്കായതുകൊണ്ട് കഴിഞ്ഞ അവിടുത്തെ പോലെയല്ല, നല്ല തിരക്കുണ്ട്. പപ്പാന്റെ മഴയത്ത് നനയുന്ന കാഴ്ച നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്.
കുഞ്ഞിശാനം അടുകുട്ടി ഇനി സിന്ധുവിടെ കൊറേ എന്താ പറയാ ലോങ് പ്രസംഗം ഇല്ലല്ലേ തുടങ്ങാം അപ്പഴേക്കും തുടങ്ങാം റെസിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് പുതിയതായിട്ട് തീരുമാനങ്ങൾ എടുക്കണേ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പരമാവധി കറങ്ങാൻ പോവാ നമ്മളായിട്ടാണ് ഇവിടെയൊന്നുമില്ല പുറത്ത് അത് മാത്രമല്ല പിന്നെന്താ പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക് ഈ പ്രോട്ട് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അയ്യോ ഇവിടെയാണ് കിടക്കണത്. ഇസുബുന് എന്താ പറയാനുള്ളത്? 2025 ഇസുബുന് എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് പറയാനുള്ളത് അറിയാം, ഫോൺ അധികം യൂസ് ചെയ്യരുത്. ഒരു കുടുംബത്തിലെ ഏറ്റവും എല്ലാ കൊല്ലവും അതെ എന്നിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം നീ തന്നെ. ഞാൻ എന്റെ പണിയൊക്കെ ഇച്ചിരി നോക്കണം. സംസാരിക്കണില്ല എന്നോട്, എപ്പോ നോക്കിയാലും ഫോണിൽ തന്നെ സംസാരം കുറവ്. സംസാരിച്ചാലല്ലേ ഓണത്തിലെത്തുന്നത്. അതെ അതാണ് അപ്പ വല്ലയിടത്തും മൂലക്കുമായിരുന്നു അവൻ സമാധാനായിട്ടിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അത്യാവശ്യം മനസ്സമാധാനം. അപ്പൊ എന്താ അത് കിട്ടല്ലേ എനിക്ക്? ഒരുപാട് കിട്ടുന്നുണ്ട്. അതിന്റെ അല്ല നമുക്കൊരു റിലീഫ് വേണം, മൈൻഡ് റിലീഫ് വേണം. അപ്പൊ ട്രിപ്പ് പോണം. അപ്പൊ ഇടയ്ക്ക് ട്രിപ്പ് പോകും. അല്ല നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാല് എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ 2025 അടിപൊളി തുടക്കമാണ്. വായു കൊടുത്തോണ്ട് വെറുതെ കിടന്ന് വായു കൊടുത്തോ. എല്ലാ വീട്ടിലും കണക്കാ അമ്മമാരായിരിക്കും. അത് ഇപ്പോഴത്തെ എന്താണെന്നറിയോ, ഇപ്പോഴത്തെ പിള്ളേര് ജനറേഷൻ പിള്ളേര് യോയോ പിള്ളേരുടെ കാര്യം പറയാം. അവര് വൈകി എഴുന്നേക്കുന്നു, അത് രാവിലെ എഴുന്നേക്കുക. വൈകി എഴുന്നേക്കുന്നു. ടോപ്പിക് പറയും, വിഷയം ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഒന്നില്ലേ റെസൊല്യൂഷൻ ഇതുപോലെ തന്നെ സാധാരണ ദിവസം അവിടുന്ന് കുറച്ച് മാറ്റങ്ങൾ മാറ്റി പിടിക്കാൻ പോലെ. എനിക്ക് എന്റെ അപ്പനെ പോലെ ഇങ്ങനെ കറങ്ങിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കറങ്ങണ ഇഷ്ടമല്ല. സാധാരണ തന്നെ. പിന്നെ മടി കുറെ മാറ്റണം, ഉഴപ്പ് മാറ്റണം, കുറച്ച് ഫോക്കസ് ചെയ്യണം. സത്യം പറഞ്ഞ തോന്നുന്നില്ല ഇപ്പൊ അടുത്ത വർഷമായിരുന്നു. എന്തോ സാധാ ദിവസം പോലെ അടുത്ത ദിവസമായി. ബാക്കിയൊന്നും മാറുന്നില്ല. ഉറക്കം വന്നേക്കണേ. പൊങ്ങണില്ലേ കൊച്ചി? കേക്കൊക്കെ മുറിച്ചു കഴിഞ്ഞ് ഇപ്പൊ നമ്മള് ഒന്ന് നൈസായിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ ഒരാൾ ഭയങ്കര കാഴ്ച കൊണ്ടോണ്ടിരിക്കണേ. സമയം എത്ര മണിയായി? 2 മണി, 2:30. അപ്പൊ നമ്മളിങ്ങനെ നൈസായിട്ട് ഇവിടെ ഒക്കെ ഒന്ന് ചില്ല് ചെയ്തിട്ട് പോകാൻ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ശരിയാ. സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.